ഹലോ, ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് സ്റ്റാൻഫോർഡ് കമൻസ്മെൻറ്റ് അഡ്രസ് എന്ന് പറഞ്ഞ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു സ്പീച്ചിൻ്റെ കുറച്ച് ഷോർട്ട് നോട്ട്സ് ആണ്. ഈ ഷോർട്ട് നോട്ട്സിൽ നമ്മൾ എല്ലാ പോയിൻറ്റ്സും സിമ്പിളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റീവ് ജോബ്സിനെ പറ്റിയിട്ട് നോക്കാം. ഹി വാസ് എൻ അമേരിക്കൻ ബിസിനസ് മാൻ, ദെൻ കോ ഫൗണ്ടർ ഓഫ് ആപ്പിൾ. ദെൻ നമ്മുടെ ഈ സ്പീച്ച് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 2005 ഡെലിവർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഡെലിവേർഡ് കമൻസ്മെൻറ്റ് അഡ്രസ് ടു ഗ്രാജുവേറ്റിംഗ് ക്ലാസ് ഓഫ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ദെൻ ഇതൊരു ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഹി ഷെയർഡ് ഹിസ് പേഴ്സണൽ ലൈഫ് സ്റ്റോറി. 3 ലൈഫ് സ്റ്റോറീസ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റോറി ഈസ് കണക്റ്റിംഗ് ദി ഡോട്ട്. ഈ ഒരു സ്റ്റോറിയിൽ എന്താ പറയുന്നത്, ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് കോളേജ്, അദ്ദേഹത്തിൻ്റെ കോളേജിൻ്റെ ഡ്രോപ്പ് ഔട്ടായ കാര്യം, റീസൺസ് ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, ലവ് ആൻഡ് ലോസ്. ഈ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം ആപ്പിൾ കമ്പനിയിൽ നിന്ന് ഫയർഡ് ഔട്ട് ആവുകയാണ്. അദ്ദേഹത്തിനെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ആ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് സ്റ്റോറിയിൽ പറയുന്നത്. അദ്ദേഹം സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. പിന്നെ ആപ്പിൾ കമ്പനിയിലോട്ട് തന്നെ പൂർവാധികം സ്ട്രോങ് ആയിട്ട് അദ്ദേഹം റീജോയിൻ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ ട്രസ്റ്റ് ദി പ്രോസസ്സ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ദെൻ തേർഡ് വൺ ഈസ് ഡെത്ത്. 2003 അദ്ദേഹത്തിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാൻസർ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള ലൈഫ് പേഴ്സ്പെക്റ്റീവിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ തേർഡ് സ്റ്റോറി ഡെത്തിൽ അദ്ദേഹം പറയുന്നത്. ഡെത്ത് എന്ന് പറയുന്നത് ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലൈഫിലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള നമുക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം. ഈ കാര്യങ്ങൾ ഈ ഒരു തീമൊക്കെ ഈ ഒരു സ്റ്റോറി ഈ ഒരു സ്പീച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ സ്റ്റേ ഹങ്കർ ആൻഡ് സ്റ്റേ ഫൂളിഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും അതിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.